ഹായ് ഫ്രണ്ട്സ്, നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. ആദ്യം ഞാനിവിടെ ഒരു 400 ml പാലെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചിക്കൻ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേ ഒരു കനത്തിൽ വേണം നമ്മൾ ചിക്കൻ അരിഞ്ഞെപ്പോഴും എടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളൊരു ചിക്കൻ സോക്ക് ചെയ്തൊരു 15 മിനിറ്റ് വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ജ്യൂസി ആവുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ നമുക്ക് ഓരോ പീസ് എടുത്തൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഞാൻ പിന്നെ വീഡിയോ പറയാൻ വിട്ടുപോയായിരുന്നു. ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ നാരങ്ങ നീരോട് ചേർത്തിട്ടുണ്ട്. അപ്പം അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക നമ്മൾ 15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കുമ്പം. ഇനി നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ ചിക്കൻ പീസ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 4 പീസ് വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 1/4 പീസ് സവോളയും കൂടെ കൂട്ടി ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് ഇരിച്ച് അല്പം വെള്ളം കൂടെ കൂട്ടി ഒന്ന് അരച്ചെടുത്താണ്. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആവശ്യമായിട്ടുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമായിട്ടുണ്ട്. നമുക്കിതൊക്കെ ചേർത്ത് കൊടുക്കാം. വേറെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. വേറെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. പിന്നെ കാശ്മീരി ചില്ലിയാണ് നമ്മൾ എടുക്കേണ്ടത്. കാശ്മീരി ചില്ലി ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്കിത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് വെക്കണം. നല്ല രീതി ഇതിൻ്റെ അകത്തേക്ക് ആ ഗ്രേവി എല്ലാം ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയാണ്. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഇതൊരു 20 മിനിറ്റോളം നമ്മളിത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദയിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് ഞാനൊരു 2.5 കപ്പ് മൈദ ഒരു 1/2 കപ്പ് കോൺഫ്ലവർ പൊടിയും കൂടെയാണ് എടുത്തിരിക്കുന്നത്. കോൺഫ്ലവർ ചേർക്കുന്നത് നമ്മൾ ഇതുണ്ടാക്കി വരുമ്പോൾ നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോൺഫ്ലവർ ഒന്നും മസ്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം മൈദയുടെ അളവ് ഇച്ചിരി കൂട്ടിയാൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ പീസ് ചിക്കൻ നമുക്ക് ആദ്യം ഓരോ കഷ്ണം നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കൈ ഉപയോഗിച്ച് തന്നെ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കൈ വെച്ച് തന്നെ ഉപയോഗിച്ച് തന്നെ നല്ല രീതിയിലൊന്ന് ഇതൊന്ന് പിടിച്ച് വരുന്ന രീതിയിൽ ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് നമ്മളൊന്ന് സൈഡിൽ കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. മുക്കൊന്നും ചെയ്യേണ്ട, ചുമ്മാ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു ഒരു 3 സെക്കൻഡത്തേന് മാത്രം 1 2 3 എന്നൊരു 3 സെക്കൻഡത്തേക്ക് മാത്രം ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരെ എടുത്ത് അത് ആ വെള്ളത്തിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. മൈദയിലേക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല രീതിയിൽ ഡിപ്പാക്കി എടുക്കുക. ഇത്തലയ്ക്ക് നല്ലൊരു കോട്ട് വരുന്ന രീതിയിൽ തന്നെ ഇത് ചെയ്തെടുക്കണം. നമ്മൾ ഈ വെള്ളത്തിൽ മുക്കുന്നത് നമ്മുടെ ഈ പുറമേ ഉള്ള ചെറിയ രീതിയിലുള്ള ക്രിസ്പിനെസ് വരാൻ വേണ്ടിയായിട്ടാണ് നമ്മൾ വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കുന്നത്. നല്ലൊരു കോട്ട്നെസ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇത്രയും ഒന്നാക്കിയ ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കൊട്ടിയെടുത്താൽ മതി. ഇനി നമുക്കിത് ഓരോ പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇതായിരിക്കും നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് നമുക്കിന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് ചിക്കൻ ഇട്ട് കൊടുത്ത് കഴിയുമ്പം തൊട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാൽ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഇപ്പോൾ ചിക്കൻ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ചിക്കൻ ഇങ്ങനെ നീളത്തിൽ കട്ടിച്ചതിന് പകരം ആയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമില്ല. ലെങ്ത് ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ബോൾസ് ആയിട്ട് തന്നെ എടുക്കുക. ഇതിപ്പം നന്നായിട്ട് ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്ത നമ്മൾ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതേ പരുവത്തിലാണ് നമ്മുടെ ഇതായി കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് കോരിയെടുക്കാം. ഇതൊരു നന്നായിട്ട് മുരിഞ്ഞ് വന്ന കളർ നമ്മൾ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാർക്ക് ഷെയ്ഡ് ആകുന്നുള്ളൂ. നമ്മുടെ ഉള്ളു വെന്ത് കിട്ടുകയില്ല. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് വെന്ത് വരുന്ന രീതിയിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പകുതി മുക്കാലോളം ആയി വന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ട്രിപ്പായിട്ടുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വരുന്നു. വളരെ ക്രിസ്പി അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണയിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.